ലോകത്തിൻ്റെ നാനാഭാഗത്തും നിന്നും സന്നിധാനത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് സുഖദർശനം നടത്തിയിട്ട് ആത്മസംതൃപ്തിയോടുകൂടി തിരിച്ചു പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളാണ് ഒരുക്കേണ്ടത്. പണത്തിൻ്റെ കാര്യത്തിലൊന്നും ശബരിമലയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നേരത്തെ അവിടെ അയ്യപ്പന്മാർക്ക് അന്നം കിട്ടാതെ മടങ്ങേണ്ടി വരില്ലായിരുന്നു. അവിടെ ദേവസ്വം ബോർഡ് ചെയ്യുന്നതിനേക്കാളും സന്നദ്ധ സംഘടനകൾ അന്നദാനം നടത്തിയിരുന്നു. അയ്യപ്പ സേവാ സംഘം അന്നദാനം നടത്തിയിരുന്നു. 10,000-കണക്കിന് ആളുകൾക്ക് അതിൻ്റെ സൗകര്യം കിട്ടിയിരുന്നു. അയ്യപ്പ സേവാ സമാജം അത് കൊടുക്കാൻ വേണ്ടി സന്നദ്ധമായിട്ട് വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. പക്ഷെ അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അന്നദാന മണ്ഡപമൊക്കെ പൂട്ടിയിരിക്കുകയാണ്. അവിടെയൊക്കെ മറ്റുള്ളവരാരും ഇത് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് ദേവസ്വം ബോർഡും സർക്കാരും എടുത്തിരിക്കുന്ന നിലപാട്. എന്നാൽ ദേവസ്വം ബോർഡിനോ എല്ലാ ഭക്തന്മാർക്കും എത്തുന്ന എല്ലാ ഭക്തന്മാർക്കും അവിടെ അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? അതൊട്ടില്ല തന്നെ. 10,000 പേർക്ക് കൊടുത്തു എന്ന് പറയുന്നു, 1,00,000 പേര് വന്നു എന്ന് പറയുന്നു. അപ്പോൾ 90,000 പേർക്ക് കിട്ടിയില്ല എന്ന് ഉറപ്പല്ലേ? അപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് അവിടെ ഹോട്ടലുകളൊക്കെ തുറന്നു വെച്ചിരിക്കുന്നത്. ആ ഹോട്ടലുകളുടെ അവസ്ഥ എന്താണ്? അവിടുത്തെ വില എന്താണ്? വില നിലവാരം എന്താണ്? അതിൻ്റെ ശുചിത്വം എന്താണ് എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ശബരിമല വ്രതധാരികളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വ്രതനിഷ്ഠയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആഹാരശുദ്ധിയാണ്. ആ ആഹാരശുദ്ധി, സാത്വിക ആഹാരം കഴിക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ അവിടെ നടത്തുന്ന ഹോട്ടലുകാർ അവർക്ക് ലാഭമാണ് പ്രധാനം. കാരണം അത്രയും ലക്ഷക്കണക്കിന് രൂപ ഒരു ചെറിയ കടമുറിക്ക് 25 ലക്ഷം 50 ലക്ഷം കൊടുത്തിട്ടാണ് ഒരു കടമുറി എടുക്കുന്നത്. അയ്യപ്പന്മാരുടെ അടുത്ത് ചൂഷണം ചെയ്യാതെ എങ്ങനെ അവർക്ക് പണം ഉണ്ടാക്കുന്ന, ലാഭം ഉണ്ടാക്കാൻ സാധിക്കുന്നത്? അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായും അത്തരം കടകൾ മുഴുവനും കൊള്ള ലാഭം എടുക്കാൻ വേണ്ടിയുള്ള കേന്ദ്രങ്ങളായി ദേവസ്വം ബോർഡ് തന്നെ അനുവദിച്ചിരിക്കുകയാണ്. കാരണം അവർക്ക് വരുമാനമാണ് പ്രധാനം. അവിടെ വരുന്ന ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ദേവസ്വം ബോർഡിന് കഴിയില്ലെങ്കിൽ സന്നദ്ധ സംഘടനകളെ ഇത്തരം കാര്യങ്ങളിൽ നേരത്തെ പ്രാഗൽഭ്യം തെളിച്ച വിശ്വാസ്യതയുള്ള സന്നദ്ധ സംഘടനകളെ അതിനനുവദിക്കണം. എല്ലാ ഭക്തജനങ്ങൾക്കും അവിടെ അന്നദാനത്തിനുള്ള അവകാശം ഭക്തനുണ്ട്. സർക്കാരും ദേവസ്വം ബോർഡും നിശ്ചയിക്കേണ്ടത് അവർക്ക് വരുമാനത്തെ സംബന്ധിച്ചൊരു പ്രശ്നം ഉണ്ടാവില്ല. അത് കൊടുക്കാൻ ആളുകൾ തയ്യാറാണ്. എത്ര കോടി വേണമെങ്കിലും നൽകാൻ ആളുകൾ തയ്യാറാണ്. പക്ഷെ അതിനുള്ള അവസരം ഉണ്ടാകണം. ആ അവസരമാണ് നിഷേധിക്കപ്പെടുന്നത്. അയ്യപ്പന് വേണ്ടി അല്ലെങ്കിൽ ഭക്തന്മാർക്ക് വേണ്ടി ചെയ്യാൻ കോടിക്കണക്കിന് രൂപ മുടക്കാൻ ധാരാളം ആളുകൾ തയ്യാറാണ്. ഇപ്പൊ പമ്പയിൽ, നിലയ്ക്കൽ നിന്നും പമ്പയിലേക്ക് പോകാനുള്ള KSRTC ബസ്സിലാണ് കയറേണ്ടത്. തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും ഡൽഹിയിൽ നിന്നും ബസ്സിൽ വരുന്ന ആളുകൾ അവർ നിലയ്ക്കൽ ബസ് നിർത്തണം. എല്ലാ ചെറുവാഹനങ്ങളാണെങ്കിൽ അവിടെ നിർത്തണം. അങ്ങനെ നിർത്തിയിട്ട് ഇറങ്ങിയിട്ട് KSRTC ബസ്സിൽ കയറണം. ആ KSRTC ബസ്സിലാണെങ്കിൽ അവിടെ ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ ആളുകളെ കുത്തി നിറച്ചാണ് കൊണ്ടുവന്നത്. അന്യായമായ ചാർജ് വാങ്ങുകയാണ്. അപ്പൊ വിശ്വ ഹിന്ദു പരിഷത്ത് ഉൾപ്പെടെയുള്ള സംഘടനകൾ ദേവസ്വം ബോർഡിനും ഗവൺമെന്റിനും കൊടുത്തു. അതായത് നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് ഭക്തന്മാരെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കാം. എത്ര ബസ് വേണമെങ്കിലും കൊണ്ടുപോകാം, സൗജന്യമായി കൊണ്ടുപോകാം എന്ന് കത്ത് കൊടുത്തു. പക്ഷെ ദേവസ്വം ബോർഡും അതുപോലെ ഗവൺമെന്റ് നിലപാടെന്നാണ്, അങ്ങനെ സൗജന്യമായിട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ല. ഞങ്ങളെ KSRTC നിന്ന് പിഴക്കുന്നത് ഈ തീർത്ഥാടന കാലം ഉള്ളതുകൊണ്ടാണ്. കടത്തിൽ നിന്നും കടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന KSRTC സംവിധാനം നിലനിൽക്കുന്ന തന്നെ ശബരിമല എന്ന് പറയുന്ന ഈ ഒരു സംഗതി ഈ ക്ഷേത്രത്തെയും ആ തീർത്ഥാടനത്തെയും ആശ്രയിച്ചാണ്. നമുക്കറിയാം, ചെങ്ങന്നൂരിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അയ്യപ്പന്മാർ മുഴുവനായിട്ട് നിറച്ച് കയറി കഴിഞ്ഞാൽ പിന്നെ അത് നിലയ്ക്കലാണ് നിർത്തുന്നത്. പക്ഷെ അതിനൊരു ബോർഡ്, സാധാ ലോക്കൽ വണ്ടി ബോർഡെന്താണ്? സൂപ്പർ ഫാസ്റ്റ്. അപ്പോൾ ടിക്കറ്റിൻ്റെ ചാർജ് എത്രയായി? ബാക്കിയുള്ളതിൻ്റെ നല്ല ഒരു തുക കൂട്ടി മേടിക്കാൻ സാധിക്കും. ഇത് ലിമിറ്റഡ് സ്റ്റോപ്പ് ആകുന്നു, സൂപ്പർ ഫാസ്റ്റ് ആകുന്നു. വേറെ എവിടെയാ സ്റ്റോപ്പ് ചെയ്യേണ്ടത്? ചെങ്ങന്നൂരിന്ന് വണ്ടി എടുത്താൽ പിന്നെ അവിടെയല്ലാണ്ട് നിർത്തൂലല്ലോ. അപ്പൊ ബോർഡ് മാറ്റുകയാണ്. എന്താ ഉദ്ദേശം? കൊള്ളയടി തന്നെയാണ്.
മറ്റു പല മതസ്ഥരുടെയും തീർത്ഥാടനത്തിന് വാഹനങ്ങളിൽ സൗജന്യമായി കൊണ്ടുപോകുന്ന അതേ സർക്കാർ തന്നെയാണ് സാധാ വണ്ടി ഉപയോഗിച്ച് സൂപ്പർ ഫാസ്റ്റിന്റെ ബോർഡ് ഉപയോഗിച്ചുകൊണ്ട് ഈ കൊള്ളയടി നടത്തുന്നത് എന്നുള്ളത് ഭക്തന്മാരെ കുറിച്ചും സൗകര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത്തരം കാര്യങ്ങൾ ബോധപൂർവം മറച്ചു വെച്ചിട്ട് എല്ലാ വകുപ്പുകളും ശരിയാണ്, എല്ലാ വകുപ്പുകളും അവിടെ ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാ വകുപ്പുകാരും ചെയ്യുന്നത് എന്തിനാണ്? എല്ലാ വകുപ്പുകാരും ചെയ്യുന്നത്, എല്ലാ വകുപ്പുകാരും ഈ ഭക്തജനങ്ങളെയും അവരുടെ ഭണ്ഡാരത്തിലിടുന്ന കാണിക്കുകയും ദക്ഷിണയും കൊള്ളയടിക്കാൻ വേണ്ടി തന്നെയാണ്. എത്രയാണ് KSEB ശബരിമലയിൽ ഈടാക്കുന്ന വൈദ്യുതിയുടെ നിരക്ക് എത്രയാണ്? വൈദ്യുതിയുടെ ഒരു യൂണിറ്റിന്റെ നിരക്ക് എത്രയാണ്? ലോകത്തെവിടെയെങ്കിലും ഇങ്ങനെ ഒരു നിരക്കുണ്ടോ? കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു നിരക്കുണ്ടോ? ശബരിമലയിൽ ഈടാക്കുന്ന പോലെയുള്ള ഒരു നിരക്കുണ്ടോ? അപ്പൊ എന്താണ്? എല്ലാത്തിലും കൊള്ളയടിയാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ശബരിമലയിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ എന്തു വേണം? ഭക്തന്മാരോട് പ്രതിബദ്ധതയുള്ള, വിശ്വാസമുള്ള അങ്ങനെയുള്ള ആളുകൾ ഈ ദേവസ്വം ബോർഡിലും അതുപോലെ തന്നെ ഇതിന്റെ തലപ്പത്തൊക്കെ വരണം.